ഏഞ്ചൽ ബിൻഡാവേളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ഓണത്തിൻ്റെ വെട്ടുതുണികളാണിത്. ഇതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഒരു കഷ്ണം തുണി എടുക്കുക. ഇത് 32 ഇഞ്ച് നീളവും 30 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. രണ്ട് മടക്കായിട്ടിട്ടിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് തോന്നുന്നത്. ഇതാണ് ഈ തുണി. ഈ തയ്യൽ ഉൾപ്പെടെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് അടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞാൽ ആദ്യം ഈ വക്ക് റൗണ്ടായിട്ട് അടിക്കണം, ഇവിടെ അടിക്കണം, ഈ എറമ്പ് അടിക്കണം, പിന്നെ ഇവിടവും അടിക്കണം. അപ്പം ഞാനിത് അടിച്ചോണ്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ഒരു കഷ്ണം ചരടൂടെ വേണേ. ഈ കളർ കിട്ടിയാൽ വലിയ ഉപകാരം. അപ്പം നമുക്കിത് അടിച്ചോണ്ട് വരാം. അപ്പം അതുകൊണ്ട് ഈ തുണി ഞാൻ തയ്ച്ചെടുത്ത് നമ്മളിത് സൈഡ് ജോയിൻ്റ് ആക്കി, പിന്നെ തേണ്ടി ഇതുപോലെ ഒരര ഇഞ്ച് കാണിച്ചു തരാം. അര ഇഞ്ച് അകത്തോട്ടിട്ട് ഇവിടെ മടക്കി തയ്ച്ചു. അതുപോലെ തന്നെ ഇപ്പുറവും നമ്മൾ മടക്കി തയ്ച്ചേ ഈ സൈഡും കൂട്ടി അടിച്ചു. അപ്പോൾ ഇതുപോലായി വേണ്ട, ഇങ്ങനെയായി. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ കഷ്ണം ഉണ്ടല്ലോ, ഈ ഒരു കഷ്ണം നമ്മൾ ഇതിനകത്തോട്ട് കയറ്റുവാണ്. ഒരു സൈഡിൽ സൈഡിലോട്ട് കയറ്റി നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ്. ശ്രദ്ധിക്ക്, ഇവിടാണ് കയറ്റുന്നത്, അപ്പുറത്തല്ല. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കയറ്റുക. ഇത് ഞാൻ കയറ്റി കഴിഞ്ഞ് നമ്മൾ എന്നെ എടുക്കണമെന്ന് പറയാം. ഇത് നല്ലപോലെ അടുപ്പിക്കണം. ഒട്ടും വിടവ് വരരുത്. ഒട്ടും വിടവ് വരാതെ ഇങ്ങനെ ശരിക്കും അടുപ്പിച്ചിട്ട് ഇതങ്ങ് കൂട്ടിക്കെട്ടുവാണ്. നോക്കണം, വിടവ് ഒട്ടുമില്ല. കൂട്ടിക്കെട്ടുക. എന്നിട്ട് ബാക്കി വന്നത് നമ്മൾ ഇനി കണ്ടിച്ചെടുക്കുവാണ് തുണി. ഇത് നമുക്ക് ഇനി അപ്പുറത്തേക്ക് വേണം. ബാക്കി വന്നാൽ പറഞ്ഞു. അപ്പം ഇതിങ്ങനായി. ഇനി നമ്മൾ തിരിച്ചിട്ടപ്പം ഇതിന്റെ ഷേപ്പ് ഇതുപോലായി. ഇവിടെ അങ്ങ് അടച്ചു. ഈ ഭാഗം നമ്മളങ്ങ് അടച്ചപ്പോൾ തന്നെ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഹോളുള്ള ഭാഗം, ഇവിടോട്ട് നമുക്ക് ആ വെട്ടുതുണിയെല്ലാം നിറച്ചുകൊണ്ട് വരാം. കുടഞ്ഞ് നിറയ്ക്കണേ. കാരണം ഇതെല്ലാം ചുരുണ്ടിരിക്കുമല്ലേ, ഇതെല്ലാം കുടഞ്ഞ് നമുക്ക് നിറച്ചുകൊണ്ട് വരാം. അപ്പൊ തന്നെ ഞാൻ നിറച്ചെങ്കിലും ഇനിയും കൊള്ളി. ഇതിനകത്ത് നമ്മൾ കൈകൊണ്ട് ഇടിച്ചൊതുക്കണം ആണ് എപ്പോഴും. ഈ വിടവിലൊക്കെ ഉണ്ടല്ലോ കയറ്റി വിടണം. ഞാൻ കുറേ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഇതിനുണ്ട്, ഇനിയും കിടപ്പുണ്ട്. ഇനി എന്താണ്ട് കിടക്കുന്ന ഇഷ്ടം പോലെ കിടപ്പുണ്ട്. 2-3 എണ്ണം ഉണ്ടാക്കിയാൽ പോലും തീരാത്ത വണ്ണം കിടപ്പുണ്ട്. തൽക്കാലം നമുക്കൊന്നും ഉണ്ടാക്കാം, ബാക്കി വാരി വെക്കാം. ഒരുവിധം നമ്മൾ നിറച്ചു. ഇനി നമ്മൾ ഇതിന്റെ മൂട് ഇവിടെ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഇതുപോലെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കഷ്ണം തുണി കയറ്റി ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് വരാം. ഈ തുണിയെല്ലാം ഇതിനകത്തോട്ട് കയറ്റാനുള്ളതാണ്. നമുക്ക് ഒരറ്റം തൊട്ട് ഇത് കയറ്റിക്കൊണ്ട് വരാം. അകത്തോട്ട് കയറ്റിയിട്ട് നമുക്കിവിടെ വിടവുണ്ടല്ലോ, ഈ വിടവിനകത്തോട്ട് ഈ ചരട് കയറ്റി നമുക്ക് കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ട് വരാം. കിട്ടുന്ന കൂട്ടത്തിൽ ഇച്ചിരി കൂടെ വിടവുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ നിറച്ച് കൊടുക്കാവേ. തേണ്ടൊക്കെ ഇച്ചിരി വിടവുണ്ട്, അതിനകത്തൂടെ ഒക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഈ ഭാഗവും നമ്മൾ ചരട് കെട്ടിയേ
ഇനി നമുക്ക് ഇതിനൊരു കവർ വേണമല്ലോ. ഇതേ അളവില്, അതായത് നീളത്തിനേക്കാളും 2 ഇഞ്ച് കുറച്ച് വീതി എടുക്കാവുള്ളൂ. അതേ അളവിൽ നമുക്ക് ഇതിന്റെ കവറും, ഈ വെട്ട് തുണിക്കകത്തും തന്നെ നമുക്ക് കവറിനുള്ള തുണി എടുക്കാം. കാരണം ഒരുപാട് നീളവും വീതിയുള്ള തുണികൾ കാണും. അഥവാ നീളവും വീതിയുള്ള ഇതില്ലെങ്കിൽ നമുക്കത് ചേർത്ത് വെച്ചെടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിന് കവർ തയ്ച്ചുകൊണ്ട് വരാം. ഇനി കവർ തയ്ക്കാനും നമുക്ക് ഇതിന്റെ തുണി തപ്പിയെടുക്കാം. ഇത് നമ്മുടെ കെട്ടേ, ഈ കെട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞ് അകത്തോട്ട് തള്ളി വെക്കണേ. ഇങ്ങനെ അകത്തോട്ടാക്കി വെക്കണം. ഇനി നമുക്ക് അടുത്ത കവർ, ഇതിന്റെ മുകളിൽ ഒരു നല്ല കവർ ഇടണം, ഡിസൈൻ ഉള്ളത്. അതിന് തപ്പിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ തന്നെ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിന് ഞാനൊരു കവറും ഉണ്ടാക്കി. ഈ കവർ, ഇനി നമുക്ക് ഈ കവർ ഇട്ടുകൊണ്ട് വരാം. അപ്പോൾ തന്നെ ഞാനിത് തയ്ച്ചു കഴിഞ്ഞ് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനിത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആദ്യം വേണമെന്ന് പറഞ്ഞ് ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആളിന് ഞാനിത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഓർത്തോണം, ഞാൻ ഹരിപ്പാട്ടുള്ളതാണ്. ഹരിപ്പാട്ടുള്ളവർക്കാണ് ഇത് എളുപ്പം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്. അല്ല ദൂരെ നിന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ അവർക്ക് ഇതെങ്ങനെ എത്തിച്ചു കൊടുക്കാനാണ്. ഹരിപ്പാട്ടുള്ള ആർക്കെങ്കിലും നിങ്ങൾ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ ഞാനത് തരുന്നതായിരിക്കും. ഫ്രീ ആണ്, പൈസയ്ക്കല്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.